നമസ്കാരം, എല്ലാവർക്കും SP ജോക്കോബ്സിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന് കീഴിൽ വരുന്ന ICMR ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിൻ്റെ നിറ്റ്വർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രാൻസ്ലേഷണൽ വൈറോളജി ആൻഡ് എയ്ഡ്സ് റിസർച്ചിൽ ഗ്രൂപ്പ് C തസ്തികകളിലെ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. www.nitwar.recruitlive.in എന്ന വെബ്സൈറ്റിലൂടെയാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 19 സെപ്റ്റംബർ 2024. നമുക്കിനി ഏതൊക്കെ തസ്തികയെന്ന് വിശദമായിട്ട് നോക്കാം. പോസ്റ്റ് കോഡ് UDC 01 അപ്പർ ഡിവിഷൻ ക്ലർക്ക് ലെവൽ 4 വരുന്ന തസ്തികയാണ്. അതായത് 25,500 ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ബേസിക് പേ. എല്ലാം കൂടെ കൂട്ടുമ്പോൾ ഏതാണ്ട് 45,000 രൂപയ്ക്ക് മുകളിൽ നിങ്ങൾക്ക് ശമ്പളമായിട്ട് ലഭിക്കും. വേക്കൻസി 3 എണ്ണം, 3 ജനറലാണ്. അടുത്തത് LDC 02 ലോവർ ഡിവിഷൻ ക്ലർക്ക് ലെവൽ 2 വരുന്ന തസ്തികയാണ്. 19,900 ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ബേസിക് പേ. ഏതാണ്ട് 35,000 രൂപയ്ക്ക് മുകളിൽ നിങ്ങൾക്ക് ശമ്പളമായിട്ട് ലഭിക്കും. 5 വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത്. OBC 2, UR 2, EWS 1 എന്നിങ്ങനെയാണ്. നമുക്കിനി മറ്റ് വിവരങ്ങൾ നോക്കാം. എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ഡിഗ്രി, കൂടാതെ ഇംഗ്ലീഷ് ടൈപ്പിംഗ് 35 വേർഡ്സ് പെർ മിനിറ്റ് അല്ലെങ്കിൽ ഹിന്ദിയിൽ 30 വേർഡ്സ് പെർ മിനിറ്റ് ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം കമ്പ്യൂട്ടറിൽ. ഡിസേബിൾ ക്വാളിഫിക്കേഷൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, കൂടാതെ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് അക്കൗണ്ട്സ്, പർച്ചേസ് ഓർ എസ്റ്റാബ്ലിഷ്മെൻറ്റ്. പ്രായം എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയാണ്. കൂടാതെ ഗവൺമെൻറ് നിർദ്ദേശിച്ചിരിക്കുന്ന പോലെയുള്ള SC/STക്ക് 5 വർഷത്തെ വയസ്സിളവും OBC കാറ്റഗറിക്ക് 3 വർഷത്തെ വയസ്സിളവും ലഭിക്കും ഉയർന്ന പ്രായപരിധിയിൽ. ലോവർ ഡിവിഷൻ ക്ലർക്ക് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നോ ബോർഡിൽ നിന്നോ ഉള്ള +2 പാസ്, കൂടാതെ ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം. ഇംഗ്ലീഷ് ആണെങ്കിൽ 35 വേർഡ്സ് പെർ മിനിറ്റ്, ഹിന്ദി ആണെങ്കിൽ 30 വേർഡ്സ് പെർ മിനിറ്റ് ടൈപ്പിംഗ് സ്പീഡ് കമ്പ്യൂട്ടറിൽ. ഡിസേബിൾ ക്വാളിഫിക്കേഷൻ ആയി പറഞ്ഞിരിക്കുന്നത് ഗ്രാജുവേറ്റ് ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, കൂടാതെ 1 ഇയർ എക്സ്പീരിയൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് അക്കൗണ്ട്സ്, പർച്ചേസ് ഓർ എസ്റ്റാബ്ലിഷ്മെൻറ്റ്. പ്രായം എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയാണ്. സെലക്ഷൻ പ്രൊസീജിയർ ആദ്യഘട്ടം ഓൺലൈൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. ഓൺലൈൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ജയിക്കാൻ 50 മാർക്ക് വേണം 100-ൽ. ഈ മാർക്ക് നേടുന്നവർക്ക് ടൈപ്പിംഗ് ടെസ്റ്റ് നടത്തും. 95% വെയിറ്റേജ് ഓൺലൈൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ മാർക്കിനാണ് കൊടുക്കുന്നത്. 5% പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസിനും. ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്, അതിനനുസരിച്ച് വെയിറ്റേജും തന്നിട്ടുണ്ട്. അപേക്ഷാ ഫീസ് ജനറൽ കാറ്റഗറി OBC കാറ്റഗറിക്ക് 300 രൂപയും, SC/ST, PWBD, എക്സ് സർവീസ്മെൻ, വുമൺ കാൻഡിഡേറ്റ്സിന് അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതില്ല. നമുക്കിനി ഓൺലൈൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിനെ പറ്റി കൂടുതൽ നോക്കാം. അപ്പർ ഡിവിഷൻ ക്ലർക്ക് സെക്ഷൻ 1 ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ലാംഗ്വേജ്, സെക്ഷൻ 2 ജനറൽ നോളജ് അല്ലെങ്കിൽ അവയർനെസ് ഇൻക്ലൂഡിംഗ് കറണ്ട് അഫയേഴ്സ്, സെക്ഷൻ 3 ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, സെക്ഷൻ 4 റീസണിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ്. ഓരോ സെക്ഷനിലും 25 ക്വസ്റ്റ്യൻ വീതമാണ്, 25 മാർക്ക്. പരീക്ഷാ സമയം എന്ന് പറയുന്നത് 90 മിനിറ്റ് ആണ്. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതം ശരി ഉത്തരത്തിനും കിട്ടും. നെഗറ്റീവ് ആണെങ്കിൽ 0.25. അപ്പർ ഡിവിഷൻ ക്ലർക്കിൻ്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഗ്രാജുവേഷനാണ്. അടുത്തത് ലോവർ ഡിവിഷൻ ക്ലർക്ക്, സെയിം സിലബസ് തന്നെയാണ്. ലോവർ ഡിവിഷൻ ക്ലർക്കിൻ്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് +2 ആണ്. +2 ലെവൽ സ്റ്റാൻഡേർഡ് ആയിരിക്കും. ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തുന്നതിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനും ഈ റിക്രൂട്ട്മെൻറ്റിനെ പറ്റി കൂടുതൽ അറിയുവാനും വിജ്ഞാപനം കാണുക. ഓൺലൈൻ അപേക്ഷ കൊടുക്കാനുള്ള ലിങ്കും നോട്ടിഫിക്കേഷനിലെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നല്ലപോലെ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപേക്ഷ നൽകുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇതുപോലുള്ള ജോലി സംബന്ധമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുവാൻ റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ ആയി വീണ്ടും കാണാം. താങ്ക്